സുഹൃത്തുക്കളെ, ഈ വരുന്ന നവംബർ 28 ശനി നേർരേഖയിലാകുകയാണ്. നേർരേഖയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ശനി വക്രത്തിലായിരുന്നു. അതായത് അതിൻ്റെ സ്പീഡ് കൂടി, മീൻസ് റിട്രോഗ്രേഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഗതി മാറി കറങ്ങേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതിൻ്റെ പല ഇതിനകത്ത് നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്നൊരു വേണമെന്നൊരു പിക്ചർ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു റിട്രോഗ്രേഷനിൽ നിന്ന് മാറി നമ്മൾ നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബർത്ത് നല്ലതായിട്ടിരുന്ന പല ആൾക്കാർക്കും ചില മോശമായിട്ടിരുന്ന, അതായത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾക്ക് പകരം ദോഷമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലർക്കും നമുക്കത് മാറി നല്ലതായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞായിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് മുഖവുരയായിട്ട് പറയുന്നതാണേലും ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഓരോ രാശി തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് അതുകൊണ്ട് കാരണം അത് ജനറലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. സപ്പോസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കേണ്ടത് അത് നെഗറ്റീവായിട്ട് വരിക, അല്ലെങ്കിൽ ജോലി കിട്ടേണ്ടടുത്ത് ജോലി കിട്ടാതിരിക്കുക. അപ്പം അതേമാതിരി നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനുള്ളത്, അല്ലെ കല്യാണം, വീട്ടിലുള്ള നടക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, അപ്പോൾ അതൊക്കെ നടക്കാതിരിക്കുന്ന ഉള്ള സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറി അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വരുന്നതാണ് ഈ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് പറയാത്ത ചില ആൾക്കാർക്ക് ചിലപ്പം നേരത്തെ നല്ലതായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഇച്ചിരി മോശമായി വന്നെന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അപ്പോൾ ഇതിനകത്ത് ഈ ശനി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ 13 ജൂലൈ മുതൽ ഈ നവംബർ 28 വരെ വക്രത്തിലായിരുന്നു. അപ്പോൾ ഈ വക്രത്തിൽ നിന്ന് മാറി ഇനിയിപ്പം 28 കഴിഞ്ഞിട്ട് നോർമലായിട്ട് വരിക. അതായത് മീനൻ രാശിയിൽ നിന്നും അത് മേടൻ രാശിയിലോട്ട് മാറുകയാണെന്നാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മീനത്തിലെന്ന് പറഞ്ഞാൽ അത് വക്രത്തിൽ പോയി മീനത്തിലോട്ട് പോയി പിന്നെ അത് തിരിച്ച് ഏരീസ് എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിലോട്ട് മാറി വരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സാറ്റേൺ എക്സോൾട്ടഡ്, അതായത് ഓവർ സ്പീഡായിട്ട് ഗതി മാറി കറങ്ങുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 1ഉം 8ഉം ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമുക്കപ്പം. 1, 8 ടോട്ടൽ 12 രാശികളാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് 1ലും 8ലും ഒക്കെ ശനി വരുന്നത് പൊതുവെ അത്ര ഫേവറബിൾ അല്ല, അത് പോസിറ്റീവ് അല്ല. പിന്നെ നമ്മൾ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ശനിദശയെ കൂടെ 7 ശനി അങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്നത്, അല്ലെ കണ്ട ശനി, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഗുണത്തിന് കാര്യങ്ങൾക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നെന്നിരിക്കാം. നമ്മൾ ഇത് പൊതുവേ രാശി വെച്ചിട്ടുള്ള ഫലമാണെന്ന് പറഞ്ഞാലും അതേമാതിരി നമുക്ക് ഈ പറയുന്ന 4, 12 എന്നുള്ള പൊസിഷനും ശനിക്ക് അത്ര ഫേവറബിൾ അല്ല. ഇത് മിക്സായിട്ടുള്ള ഫലങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ രാശി ഏതൊക്കെ ഗ്രഹങ്ങളെ ഈ ശനിയുടെ ശത്രുക്കളെ, അപ്പോൾ ഈ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങളെ നമ്മുടെ ബർത്ത് ചാർട്ടിൽ ശനിയുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ശനി നമുക്ക് അൺഫേവറബിളായിട്ട് മാറും. ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മകാരകനാണ്, ആയുർകാരകനാണ്. നമുക്ക് ആയുസ്സും കർമ്മവും, അതായത് തൊഴിലും കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് ഇങ്ങനെയുള്ള പല ജീവിതത്തിലുള്ള നല്ല നല്ല ഗുണങ്ങളും ചിലർക്ക് മോശമായിട്ടുള്ള ഗുണങ്ങളും കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനി. നെവർ ഡിലേ ഇറ്റ് ഡിലേ എന്നാണ് പറയുന്നത്. ശനി നമുക്ക് കാര്യങ്ങളെ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചേ തരത്തുള്ളൂ, പക്ഷെ ഇറ്റ് നെവർ ഡിലേ, തരാതിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില താമസിച്ചാണെങ്കിലും തന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കാത്തതായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പം ശുക്രനും കാര്യങ്ങളൊക്കെ സമ്പത്ത് തരുമ്പം ഒരുപാട് വാരിക്കോരി തന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ അല്ലെന്നിരിയിൽ വേറെ ഗ്രഹങ്ങളായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇപ്പോൾ സപ്പോസ് വ്യാഴം മാറി വ്യാഴദശ അല്ലെന്ന രീതിയിൽ പറഞ്ഞ മാതിരി ശുക്രദശയായിരുന്നു ഒരാൾ, ശുക്രദശ മാറി അടുത്ത ശനിദശയായിട്ടൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലോസസ്, ഫൈനാൻഷ്യൽ ലോസ് അല്ലെന്ന ഈ ശുക്രമായിട്ട് ബന്ധപ്പെട്ട അനുഭവിച്ചുകൊണ്ടിരുന്ന പല നല്ല ഗുണങ്ങളും ഈ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ ശനിയുടെ ആയിട്ടുള്ള ദശ വരുമ്പോൾ പലർക്കും വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ദശാസന്ധി എന്ന് പറയുന്നതൊക്കെ ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ശത്രുഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരുടെ ശനിയുടെ ശത്രു എന്ന് പറഞ്ഞാൽ സൂര്യന്,
അതേമാതിരി ചന്ദ്രനും സൂര്യനും, അതുപോലെ ചൊവ്വയും ഈ ശനിയുടെ ശത്രുവാണ്. പിന്നെ ഈ രാഹു, കേതു, അപ്പം 5 ഗ്രഹങ്ങൾ ശനിയുടെ ശത്രുവാണ്. അപ്പം ഇത് ശനിയുടെ കൂടെ നേരിട്ട് വന്നു ഇരുന്ന് കഴിഞ്ഞാൽ 100% അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ശനിക്ക് കിട്ടുമ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാം. അതേമാതിരി 1592610 3711 4812 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ ഇപ്പം ഈ ഒരു ഗ്രഹങ്ങൾ വന്ന് കണക്റ്റ് ആവുകയാണെന്നൊരിൽ ഒരു 75% അപ്പം അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ശനിക്ക് വന്ന് അപ്പം ശനിയുടെ ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒക്കെ ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പല റെമഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെമഡി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വരി പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെ രാശിക്കാർക്കാണ് നല്ലതായിട്ട് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇടവൻ രാശി എന്ന് പറയുമ്പോഴത്തേന് ഈ ഇടവൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പം ഈ ഇടവൻ രാശിയിലെ ഇത് നമ്മുടെ നാളുകളെന്ന് പറഞ്ഞാൽ കാർത്തിക, ഒടുവിലത്തെ ഒരു കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരം പകുതി. അപ്പം ഇത്രയും നാളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർത്തികയെ ഭരിക്കുന്നത് സൂര്യനാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ രോഹിണിയാണെന്ന് ഭരിക്കുന്നത് ചന്ദ്രനാണ്, ബുധകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ മകയിരത്തെ ആണെന്നൊരു ചൊവ്വാണ് ഭരിക്കുന്നത്, ഒരു കർമ്മയിൽപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളെ സബ് ലോഡ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള മാറി വരുന്നതിനനുസരിച്ച് ഇവർക്ക് സ്വഭാവങ്ങൾക്കും രീതികൾക്കും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുമെന്നുള്ള ബേസിക്കായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം അവരുടെ കർമ്മങ്ങൾ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യുന്നത്, അവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് പലർക്കും നല്ലതാണ്. അപ്പം ഇവർക്കിപ്പോൾ നോക്കുമ്പോൾ ഓരോ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നേരത്തെ ഇവരുടെ വീട്ടിൽ നിലനിന്നതായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകുന്നുണ്ട്. അത് ചിലപ്പം ഹസ്ബൻഡും വൈഫും അത്ര അനുകൂലമായിട്ടല്ലാത്ത ഒരു ഇച്ചിരി ഇണങ്ങിച്ചേർന്ന് കഴിയാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉള്ളതും അങ്ങനെയുള്ള എല്ലാം മാറി പൊതുവെ ഇവർക്കൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ വീട് മൂടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ വീട് വെക്കേണ്ടവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള വരാനും, അതേമാതിരി പുതിയ വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള താല്പര്യങ്ങളുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൃഷിയിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഒക്കെ ഉണ്ടാകാൻ, കന്നുകാലികളെ വളർത്തുന്ന അങ്ങനെയൊക്കെ ഉള്ളത് മിൽമ ഒക്കെ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ പ്രത്യേകിച്ച് ദമ്പതികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അവരുടെ ആയിട്ടുള്ള ഈ ഒരു അകന്ന് നിന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് അനുകൂലമായിട്ടുള്ള നല്ല വീടിൻ്റെ ഒരു ചുറ്റുപാടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കൂടെ വരാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ജോലി ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക്, അല്ലെങ്കിൽ സപ്പോസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ഒരു പരിഹാരമാകും. അതുപോലെ ലോൺ അടച്ചു തീർക്കാൻ പറ്റാത്ത ക്രെഡിറ്റ് കാർഡൊക്കെ ബ്ലോക്കായിരുന്ന ആൾക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ അടയ്ക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ, പൈസ അതിനുള്ള വന്നു ചേരാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ അതേമാതിരി ജീവിതത്തിൽ അനുഭവിച്ചിരുന്നോണ്ട് പല രീതിയിലുള്ള ഓബ്സ്റ്റക്കിൾസിന് അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരവും, പിന്നെ പുതിയ ജോലി നോക്കുന്നവർക്ക് അത് കിട്ടാനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും വന്നു ചേരും. അതേമാതിരി നല്ല രീതിയിലുള്ള എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലായിട്ടുള്ള ആൾക്കാർക്കെല്ലാം അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായിട്ട് ഒരു വിടുതലുണ്ടാകാനുള്ള ഒരു സാധ്യത, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അസുഖങ്ങളൊക്കെ വന്ന് കൂടുതലായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും
അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള പല പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം ഉണ്ടാകാനും ചില ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്ന അടി ഉണ്ടാകാൻ എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെന്നൊരു ചില ആൾക്കാർ ഡിപ്രഷൻ മാതിരിയുള്ള പ്രശ്നങ്ങൾ, അല്ലെന്നൊരു സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഈ ശനിയുടെ ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മോചനമേ അങ്ങനെയുള്ള അല്ലെന്നൊരു പല രീതിയിലുള്ള ട്രബിൾസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രബിളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെന്നൊരു ചിലർ പറയും നമ്മുടെ ആയിട്ടുള്ള സമയത്തിൻ്റെ ദോഷമാണ് അതാ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒരു വിടുതൽ വന്ന് ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം പൊതുവെ പോസിറ്റീവായിട്ട് മാറാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ മേടൻ രാശിക്കാരൊക്കെ പറ്റി സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെന്നൊരു നമുക്ക് അതിനകത്ത് ശനിയുടെ ആയിട്ടുള്ള ഫുള്ള് നമ്മൾ റെമഡിയായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ റെമഡി പോയിട്ട് ചെയ്യുക ഒരു 10 മിനിറ്റ് വീഡിയോ ആണ് ശനിയെ എങ്ങനെ പോസിറ്റീവ് ആക്കാവുന്നത്. അതായത് അന്തർക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ തേൻ വെച്ചിട്ടുള്ള ഒരു കർമ്മമുണ്ട്, ശർക്കര വെച്ചിട്ടുള്ള ഓടക്കുഴലിനകത്ത ഒരു കർമ്മമുണ്ട്. അപ്പോൾ അത് ലാൽക്കിതാബിൻ്റെ ഒരു റെമഡിയാണ്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള അതിനകത്തുണ്ട് ശനിയെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ളത്. അതുപോലെ ഈ പറഞ്ഞ മാതിരി 10 അന്തർക്ക് ഒരു ലൈനിലിട്ട് സാത്വിക് ഫുഡ് കൊടുക്കുന്നതായിട്ടുള്ള കുറച്ച് റെമഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ശനിയെ പോസിറ്റീവ് ആക്കാനായിട്ട് അന്തർക്ക് അതുപോലെ മുടന്തർക്ക് കാല് നടക്കാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക. അതുപോലെ മുടന്തർക്കും അന്തർക്കും കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ആഹാരം കൊടുക്കുക. എള്ള് ദാനം ചെയ്യുക, എള്ളുണ്ടയൊക്കെ ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഉഴുന്നുവട ദാനം ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റേഡിയേഷനിൽപ്പെട്ട ആൾക്കാർക്ക് അതുപോലെ കറുത്ത വസ്ത്രം, നീല വസ്ത്രമൊക്കെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇവർക്കൊരു പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പൊതുവെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ, ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ഈ പറയുന്ന 9 ഗ്രഹങ്ങളെയും പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ ഷോർട്ടായിട്ടാണ് വിടുന്നത്. അതേമാതിരി ശനി അനുകൂലമായിട്ടുള്ള അടുത്ത ഒരു രാശി എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അതേമാതിരി ഈ ഇതിനകത്തെ ഇവരുടെ നാളുകളെന്ന് പറഞ്ഞാൽ പുണർദം, പൂയം, ആയില്യം. പുണർദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മുക്കാലല്ല, ഒടുവിലത്തെ കാല്, അതുപോലെ പൂയം, ആയില്യം. ഈ 3 നാളുകളാണ്. അപ്പോൾ പുണർദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന വ്യാഴമാണ്, അതുപോലെ ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. പൂയത്തെ ആണെന്ന് ഭരിക്കുന്ന ശനിയാണ്, അതേമാതിരി രാഹുകർമ്മയാണ്. അതേമാതിരി ആയില്യത്തെ ആണെന്ന് ഭരിക്കുന്നത് ബുധനാണ്, സൂര്യകർമ്മയാണ്. അപ്പോൾ ഇങ്ങനെ അനുസരിച്ചുള്ള ഈ ഒരു കർമ്മയും ഇവരുടെ ആയിട്ടുള്ള ഈ കൺട്രോളും ഗ്രഹത്തിൻ്റെ കൺട്രോളും അനുസരിച്ച് ഇവരുടെ സ്വഭാവങ്ങളും രീതികളും പല രീതിയിലുള്ള ഇതിനെല്ലാം ഒരു ഡിഫറൻ്റ് ആയിട്ടിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു പാദങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സബ്ലോഡൊക്കെ മാറുന്നതിനനുസരിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മാറി വരുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ ഒരു പരിഹാരം ഉണ്ടാകും. നമുക്ക് ഇവർക്കൊരു നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏണിങ്, അപ്രതീക്ഷിതമായിട്ട് പൈസ വന്ന് ചേരാനുള്ള ഒരു സാഹചര്യം, അൺഎക്സ്പെക്റ്റഡ് ഗെയിന്, എവിടെ നിന്ന് എന്തെങ്കിലും ഒരു പൈസ കിട്ടാനോ എടുക്കാനോ, അല്ലെന്നിരി അല്ലെന്നിരി ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്ന് അവരുടെ ഫാദർ വരെ ചിലപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇവരുടെ പേരിൽ കൊണ്ട് പൈസ ഇടാനുള്ള സാഹചര്യം, അതുപോലെ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള പോളിസികളൊക്കെ എടുക്കാനൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതേമാതിരി ഇവർക്ക് ഇത്രയും നാളും ജീവിതത്തിൽ നീണ്ടു നിന്നായിട്ടുള്ള വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നല്ലതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഒന്നുകൊണ്ട് ഇവരുടെ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇച്ചിരി അങ്ങോട്ട് ചേർത്ത് ഒരു നീരസമായിട്ടിരുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർ പൊതുവെ അല്ലെങ്കിൽ ഗൾഫിലുണ്ടായിരുന്നവർ തിരിച്ച് നാട്ടിൽ വന്നിട്ട് കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ വീട് വെക്കാൻ കുറ്റിയടിച്ച് കല്ല് ഇടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ല പുതിയ വീടിൻ്റെ പ്ലാനിങ് വെക്കാൻ, അല്ലെങ്കിൽ വീടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് കൂടുതലാണ്.
അതുപോലെ ഇവരുടെ അമ്മയുടെ ആണെങ്കിലും ആരോഗ്യസ്ഥിതിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടിരിക്കും. പിന്നെ പുതിയ വണ്ടിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ടി വാങ്ങാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കായാലും അതിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിൽ നിന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നുള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ, അതുപോലെ ബ്രോക്കർ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇച്ചിരി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. പിന്നെ അവരുടെ പൊതുവെ വീട്ടിലെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പൊതുവെ നല്ലതായിട്ടിരിക്കുക, കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്ന് അമിതമായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നിലവിലുണ്ട്. അതുപോലെ ജോലിയില്ലായിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ, അസുഖങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കും, കടം കൊടുക്കാനൊക്കെ ഉള്ള ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെയൊക്കെ ഉള്ള പൈസ എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുള്ള ആൾക്കാർക്ക് അത് കൊടുത്തു തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വരും. വാങ്ങിച്ച പൈസ കൊടുത്ത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവുക. അതേമാതിരി പുതിയ ലോൺ അപ്ലൈ ചെയ്യുന്നവർക്ക് അത് അനുകൂലമായിട്ട് ഇപ്പോൾ പാസ്സായി കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ കടം എന്തെങ്കിലുമൊക്കെ കടബാധ്യതയുള്ളവർക്ക് അത് അടച്ചു തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, ചെറിയ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെ ഉള്ളതിനൊക്കെ ഒരു മോചനം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള പൊതുവെ ഒരു നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതേമാതിരി ജോലി നോക്കുന്ന ആൾക്കാർക്ക് നല്ല മെച്ചപ്പെട്ട ജോലി കിട്ടും. അതായത് ഈ ജീവിതത്തിൽ നിന്നിരുന്ന പല പ്രൊഫഷണലായിട്ടുള്ള ഇത്രയും നാളും മീൻസ് അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടാതിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ നല്ല കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ ഉള്ളൊരു നല്ലൊരു ഏതെങ്കിലും ഒരു രീതിയിലുള്ള വരുമാനങ്ങളെ ഒക്കെ ഉണ്ടാകാനുള്ളത്, അല്ലെന്നൊരു നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ സൊസൈറ്റിയിലുള്ള ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ, ഗുഡ് വില്ല് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ ഫ്രണ്ട്ഷിപ്പ് പലയെങ്കിലും നല്ല ആൾക്കാരുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവേ ഒരു നല്ലതായിട്ടുള്ള ഒരു ഉണ്ടാകുക. അതുപോലെ ജോലി സ്ഥലത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക, ചിലപ്പോൾ അവരുടെ മാനേജേഴ്സ്, ഹയർ ഓഫീഷ്യൽസ് അവരുമായിട്ടൊക്കെ ഉള്ള നല്ല രീതിയിൽ ടേംസിൽ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജോബ് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇവരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞ കർക്കിടകം. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക, പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഉഴുന്ന് വട ദാനം ചെയ്യുന്നതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അന്തർക്കും മുടന്തർക്കും പ്രത്യേകിച്ച് ഡിസർവ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അത് അങ്ങനെയുള്ളത് കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത്, അതുപോലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത്, ഇതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. അതുപോലെ ഉഴുന്ന് ദാനം ചെയ്യുന്നത്, ഉഴുന്ന് വട ദാനം ചെയ്ത് അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ ഉഴുന്ന് ദാനം ചെയ്യുന്നത്, ഉഴുന്ന് ഇങ്ങനെയുള്ള ഡൊണേറ്റ് ചെയ്യുന്ന ഉഴുന്ന് വട ദാനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് പൊതുവെയാണ്. കറുത്ത വസ്ത്രം ഡൊണേറ്റ് ചെയ്യുന്നത്, ഇവ കമ്പിളി ദാനം ചെയ്യുന്നത്, കമ്പിളി ദാനം ചെയ്യുന്നതിന് കേതുവിനെ കൂടെ പോസിറ്റീവാനൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുള്ള് എല്ലാ ഗ്രഹങ്ങളെയും എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ശനിയെ പോസിറ്റീവ് ആക്കുവാനുള്ളതായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് മൊത്തം ആദ്യം കേട്ടില്ലെന്ന് ഏതൊക്കെ ശനിയുടേതായിട്ടുള്ള ദോഷം ആർക്കൊക്കെയാണ് എങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് വരില്ല, പോയി കേൾക്കുക. വീഡിയോ ലോങ് ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചുരുക്കി പറയുന്നത്. അതേപോലെ തുലാരാശിയാണ് അടുത്ത. തുലാരാശി എന്ന് പറഞ്ഞാൽ തുലാരാശിയെ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ നക്ഷത്രനാഥൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അതേപോലെ ഇതിനകത്തെ നാളുകളെന്ന് പറഞ്ഞാൽ ചിത്തിര, ചോതി, വിശാഖമാണ്. അപ്പോൾ ചിത്തിരയുടെ അര വരും, പിന്നെ ചോതി, വിശാഖം, ഇത്രയാണ് ഇതിനകത്തെ നാളുകൾ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിത്തിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാണ് ഭരിക്കുന്നത്, ശുക്രകർമ്മയാണ്. അതേമാതിരി ചോതിയാണ് ഭരിക്കുന്നത്, രാഹുവാണ്, ശനികർമ്മയാണ്. അതായത് വിശാഖത്തെ ആണെന്ന് വരില്ല, വ്യാഴമാണ് ഭരിക്കുന്നത്, രാഹുകർമ്മയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോരുത്തരുടെ അനുസരിച്ച് കർമ്മയൊക്കെ വരുന്നതിനനുസരിച്ച് ഇവരുടെ സ്വഭാവങ്ങളും രീതികളും എല്ലാം മാറി വരുമെന്നുള്ള മനസ്സിലാക്കാം. നിങ്ങളുടെ അപ്പോൾ കർമ്മം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്.
അപ്പോൾ ഇവർക്ക് പൊതുവെ കാര്യങ്ങൾ ഇച്ചിരി അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജീവിതത്തിൽ പല ഗെയിന് ഇപ്പം ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്പെക്കുലേറ്റീവ് ഗെയിൻ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബിറ്റ്കോയിന് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും അല്ലെങ്കിൽ ക്രിപ്റ്റോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാഭം ഉണ്ടാകാനുള്ള ഒരു കാര്യങ്ങൾ ഒരു സോഷ്യൽ ആയിട്ടുള്ള നല്ല എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവിടുന്ന് ഒരു നല്ലൊരു റെസ്പെക്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള നിലവിലുണ്ട്. അതേമാതിരി നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നമുക്കൊരു ധനലാഭം വന്ന് നമുക്ക് എന്താ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിൽ ഒരു സന്തോഷങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, റിക്കവർ ഫ്രം ദ ഇൽനെസ്, ഈ എന്തെങ്കിലുമൊക്കെ ഉള്ള പണ്ട് എന്തെങ്കിലും അസുഖങ്ങളുമായിട്ട് വന്ന ഹോസ്പിറ്റലിലൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിൽ നിന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മോചിതനായിട്ട് വീട്ടിൽ വരാനൊക്കെ ഉള്ള ഒരു നല്ലൊരു സാഹചര്യമാണ് ഇവർക്ക് നിലവിലുള്ളത്. അതേമാതിരി നമുക്ക് പ്രതീക്ഷിക്കാത്ത പല രീതിയിലുള്ള നമുക്ക് ചില ആൾക്കാർ മെൻ്റലി ഇച്ചിരി ഡിമോറലായി നേരത്തെയുള്ള ചില സാഹചര്യത്തിൽ കൂടെ നമുക്ക് ഇച്ചിരി മോശമായിട്ടിരുന്ന നല്ലതിന് മെൻ്റലി വീക്കായിരുന്ന ആൾക്കാർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു വരാനുള്ള ഒരു ജീവിതത്തിലെ ഒരു എന്താ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടായിട്ടിരുന്ന പല മാനസികമായിട്ടുള്ള അവസ്ഥയൊക്കെ വീണ്ടെടുത്ത് ആ ഒരു മ്ലാനമായിട്ടിരുന്ന സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ മാറി നല്ല ഒരു ഇത് വരാനും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും അതേമാതിരി നമ്മുടെ ജീവിതത്തിലെ ആ ഉത്തേജനമൊക്കെ തിരിച്ചെടുക്കാനൊക്കെ ഉള്ള ഒരു പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളെ, അതുപോലെ നമ്മുടെ കുറേ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെ കുറേ നാളായിട്ട് കാണാതിരുന്ന അവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഇലക്ഷനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക്, ഈ ഒരു രാശിപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടാണ്. പ്രത്യേകിച്ച് ഈ ഒരു രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതേമാതിരി ഈ നമ്മുടെ അയൽവക്കക്കാരുമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഇവരുടെ സഹോദരങ്ങളുമായിട്ട് ചില ആൾക്കാരൊക്കെ മീൻസ് അകന്ന് കഴിയേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ അതെല്ലാം മാറുക, അതുപോലെ പുതിയ ഇവരെ ഇങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ കണ്ടുചേർന്ന് പഴയ എന്തെങ്കിലും നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് പറഞ്ഞു തീർക്കാനും ഉള്ള എല്ലാ ഒരു നല്ലതായിട്ടുള്ള ഒരു അന്തരീക്ഷം വന്ന് അവർക്ക് പൊതുവെ മെച്ചപ്പെട്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരാനും ഒരു നല്ല ഒരു ബന്ധം സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടാക്കി മീൻസ് മുമ്പോട്ട് പോകാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവർക്ക് നിലവിലുള്ള. അപ്പം പൊതുവെ ഇവർക്ക് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള ശനിയുടേതായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ശനിയുടെ ദോഷം വരാൻ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ. ഇല്ലെന്ന് വരി കേട്ടില്ലെന്ന് വരി ഇന്ന് പോയി കേൾക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് കറുത്ത വസ്ത്രം ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അന്ധർക്ക്, മുടന്തർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുക. അഥവാ ആരാധനാലയങ്ങളിലാണെങ്കിലും കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്, പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് ശനിയെ പോസിറ്റീവാക്കാൻ. അതുപോലെ ഉഴുന്ന് ദാനം ചെയ്യുക. ഉഴുന്ന് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഉഴുന്ന് വട അന്ധർക്ക് ദാനം ചെയ്യുക, ഉഴുന്ന് വട മുടന്തർക്ക് ദാനം ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള അതുപോലെ പീപ്പിൾ ട്രീക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതെല്ലാം ശനിയെ പോസിറ്റീവാക്കാനുള്ള കർമ്മങ്ങൾ. പിന്നെ നമ്മുടെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതേപ്പറ്റി ശനിയെ പോസിറ്റീവാക്കാനുള്ള ഒരു ലാൽ കിതാബിൻ്റെ ഒരു 3 റെമഡി വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നൊരു ആരെങ്കിലും അത് കേൾക്കണമെന്നുണ്ടെന്നൊരു അത് ലിങ്ക് കൊടുത്തേക്കാം. ഇല്ലെന്നൊരിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളത് കൊടുത്തേക്കാം. ഇത്രയൊക്കെയാണ് ഈ ഇതിനെപ്പറ്റി പറയാനുള്ളത്. അടുത്തത് നല്ലതായിട്ട് വരുന്ന വൃശ്ചികൻ രാശിയാണ്. അപ്പോൾ വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശിയുടെ രാശിയാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അതുപോലെ ഇതിൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ വിശാഖം ഒടുവിലത്തെ ഒരു കുറച്ച് പോർഷൻ, ഒരു കാൽഭാഗം, അതുപോലെ അനിഴം, തൃക്കേട്ട, ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് ഉള്ളത്. അപ്പം ഈ ഒരു 3 നാളുകളാണ് ഇവരുടെ ഈ ഒരു വൃശ്ചിക രാശിപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൃശ്ചികൻ രാശിപ്പെട്ട ഈ വിശാഖത്തെ, അനിഴത്തെയും തൃക്കേട്ടയും ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളെ അനുസരിച്ചുള്ള ഇവർക്ക് സ്വഭാവങ്ങൾക്കും രീതികൾക്കും എല്ലാം വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവരുടെ സ്വഭാവങ്ങളെല്ലാം അതുകൊണ്ട് ഒറ്റ രാശിയിലാണെങ്കിലും ഈ 3
നാളുകാർക്കും സ്വഭാവം വ്യത്യാസം വരുന്നത് ഇവരുടെ ഗ്രഹങ്ങളല്ല ഇവരെ ഭരിക്കുന്ന ഗ്രഹങ്ങൾക്കുപരി ഇവരുടെ സബ്ലോഡ് അതേമാതിരി ഇവരുടെ കർമ്മമൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇപ്പം വിശാഖത്തെ ആണെന്ന് ഒരു വ്യാഴമാണ് ഭരിക്കുന്നത്, അതുപോലെ രാഹുകർമ്മയാണ് വിശാഖം, അതേമാതിരി അനിഴമാണെന്നൊരു ശനിയാണ് സൂര്യകർമ്മയാണ്, അതേമാതിരി തൃക്കേട്ടാണെന്ന് വരില്ല ബുധനാണ് ചന്ദ്രകർമ്മയാണ്. അപ്പം ഇങ്ങനെയുള്ള അനുസരിച്ചാണ് ഇവരുടെ വ്യത്യാസങ്ങളൊക്കെ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ജോലി സ്ഥലത്തും അല്ലെന്നൊരു പുതിയ ജോലി കിട്ടാനൊക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പരിഹാരമുണ്ടായിട്ട് പുതിയ ജോബ് കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രൊമോഷൻ നോക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാഹചര്യങ്ങൾ, സ്ഥാനക്കയറ്റം ജോലിയിൽ കിട്ടാനുള്ളവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള ഇതാണ്. അങ്ങനത്തെ അല്ലെന്നൊരില്ല അവർ എവിടെയെങ്കിലും അവർക്കിഷ്ടപ്പെട്ട അടുത്ത സ്ഥലത്തോട്ട് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ പുതിയ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല ഉയർച്ച അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പൊതുവെ ഒരു സാഹചര്യങ്ങളല്ലെന്നൊരു ജോബുമായിട്ടുള്ള ഒരു നല്ല സാറ്റിസ്ഫാക്ഷന്, ഒരു പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ആയിട്ടുള്ള റെസ്പെക്റ്റ് കിട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലൊരു സാഹചര്യങ്ങൾ, ബിസിനസ്സിനകത്ത് ഉയർച്ച അല്ലെന്നൊരു ഒക്യുപ്പേഷൻ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സാഹചര്യങ്ങളാണ് ഇവർക്കിപ്പം നിലവിലുള്ളത്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലായിരുന്നവർക്ക് അവർക്ക് അതിൽ നിന്നൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ചാർജ് ആകാൻ, അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു കൺട്രോൾ ആകാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അസുഖങ്ങളൊക്കെ മാറി തിരിച്ച് വീട്ടിൽ വരാനുള്ളത്, അതുപോലെ ചില ആൾക്കാരെ ഡിപ്രഷന്മാരുള്ള പ്രശ്നത്തൊക്കെ ഉള്ള വരുന്ന മാനസികാവസ്ഥയൊക്കെ ഒന്ന് മാറി പിന്നെ ഒരു നല്ലതായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ വിദേശത്ത് പോകണമെന്ന് ഇപ്പോൾ വിസ വെക്കാന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട് പാസ്സായിട്ട് വരാൻ, അതേമാതിരി IELTS മാതിരി എക്സാമൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, വെൽത്ത് കാര്യങ്ങൾ, അല്ലെന്നതിൽ ഇവർ ഇൻഷുറൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിലപ്പോൾ കുട്ടികളാണ് അവർക്ക് പേരൻസ് എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ പേരിൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഏണിങ്സ് അങ്ങൊക്കെ ഉണ്ടാകും. ജീവിത സാഹചര്യങ്ങൾ, ഒരു ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അസറ്റ് എന്തെങ്കിലും കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇവർക്കൊരു പൊതുവെ അനുകൂലമായിട്ട് ഇരിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ, അതുപോലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ കിട്ടാനുള്ള സാഹചര്യങ്ങൾ, അതും കൂടാതെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പല ആൾക്കാർ വിഷമിക്കുന്നുണ്ടായിരുന്നായിരിക്കും നേരത്തെ. ക്രെഡിറ്റ് കാർഡിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ലോൺ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ, അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ പൊതുവെ അതിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാകാനും, അതുപോലെ പുതിയ ലോണൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അത് എളുപ്പം പാസ്സായി വരാനൊക്കെ ഉള്ള അതിൻ്റെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അത് മാറാൻ, അതേമാതിരി KSFE ചിട്ടി അങ്ങനെയൊക്കെ ഉള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള അടിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിനകത്ത് ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യം നമ്മുടെ ഭാഗത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ശനിയെ നെഗറ്റീവ് ആക്കുന്നത്. അപ്പോൾ അല്ല ഇവിടേക്ക് ഏതൊക്കെ പൊസിഷനാണ് അതിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നില്ല അത് കേട്ടില്ലെന്ന് നിങ്ങളത് പോയി കേൾക്കുക, സ്റ്റാർട്ടിങ്ങിലുണ്ട്. അതേപോലെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള രീതിയിലായിട്ടുള്ള കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ അന്തർക്ക് അല്ലെങ്കിൽ മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനധർമാദികൾ ചെയ്യുക, ഫുഡ് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഉഴുന്നുവട ദാനം ചെയ്യുന്നത് നല്ലതാണ്, ഉഴുന്ന് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് റെമഡിയുടെ ആയിട്ടുള്ള സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വേറെ തന്നെ ഒരു 10 മിനിറ്റുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ലാൽ കിതാബിൻ്റെ ഒരു റെമഡിയാണ്. ഒരു തേനും അതുപോലെ ശർക്കരയൊക്കെ വെച്ചിട്ട് ഉടക്കുഴലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ താല്പര്യമുള്ളവർ പോയി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശനിയായിട്ടുള്ള പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വേറെ ഇതിനകത്ത് 3 കർമ്മം ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതെല്ലാം കൂടി ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോ ഓൾറെഡി ലോങ് ആണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ലോങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട്
ഇത് അടുത്ത രാശി നമുക്ക് നോക്കാം. ഇനി ഇന്ന് ഇതിനകത്തുള്ള ഒടുവിലത്തെ മകരമാണ്. മകരം രാശി നോക്കിക്കഴിഞ്ഞാൽ മകരത്തെ എൻ്റെ രാശാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പോൾ ഇതിനകത്ത് നാളുകളെന്ന് പറഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. അപ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര. അപ്പം ഇത്ര നാളുകളാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നോക്കേണ്ട ഉത്രാടത്തെ ഭരിക്കുന്ന സൂര്യനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ തിരുവോണത്തെ ആണെന്നൊരു ചന്ദ്രനാണ് ഭരിക്കുന്നത്, ശുക്രകർമ്മയിൽപ്പെട്ടാണ്. അവിട്ടത്തെ ആണെന്നൊരു ചൊവ്വ ആണ് ഭരിക്കുന്നത്, ശനികർമ്മയിൽപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു രാശി ഇതായിട്ടുള്ള ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ കർമ്മ അനുസരിച്ചൊക്കെ ഇവരുടെ സ്വഭാവങ്ങളെ, രീതികളെ, അങ്ങനെയുള്ളത് പലതും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഒരു രാശിക്കാർ. അപ്പോൾ അതിനകത്തെല്ലാം പ്രൊഫഷണലി നിന്നിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം, ജോബ് പ്രമോഷൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും കറസ്പോണ്ടൻസ് ത്രൂ ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, നല്ല സൊസൈറ്റി എന്നുള്ള ഒരു നല്ല ഒരു റെസ്പെക്റ്റ്, അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ബിസിനസ്സിനകത്തൊക്കെ ഒരു ഉയർച്ച, അല്ലെന്നൊരിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഉള്ളൊരു പൊതുവെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ജോബ് പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജോബ് പ്രമോഷൻ കിട്ടാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മകരം രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഇവർക്ക് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഈ പല അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലാകാനുള്ള സാഹചര്യമൊക്കെ മാറി നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാനും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, ലോട്ടറി മാതിരിയുള്ള സംഭവങ്ങൾ അടിക്കാനോ എടുക്കാനോ, അല്ലെങ്കിൽ KSF ചിട്ടി, ഇങ്ങനെയൊക്കെ ഉള്ള അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ധനലാഭമൊക്കെ ഉണ്ടാകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ശനി പോസിറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില അസുഖങ്ങളോ എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടായിട്ട് പൊതുവേ നല്ലതായിട്ടുള്ള ഒരു അന്തരീക്ഷം വരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ്. അതുപോലെ അവരുടെ ഒരുപാട് ഓവറായിട്ടുള്ള ജീവിതത്തിൽ വന്നിരുന്ന ഒത്തിരി എക്സ്പെൻസുകൾ, അതിനെല്ലാം ഒരു പരിധി വരെ ഒരു കുറഞ്ഞിരിക്കും. ആ ഒരു എക്സ്പെൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെല്ലാം ഒരു വിടുതൽ വരിക. അതുപോലെ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഗൾഫിൽ അല്ലെന്നൊരു IELTS മാതിരി എക്സാമൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു അനുകൂലമായിട്ട് വിസ പ്രൊസീജിയറൊക്കെ ആയിട്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടായിട്ട് തിരിച്ച് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ അതേമാതിരി നമ്മൾ നോക്കുകയാണെന്നൊരിൽ ഇവരുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില മാനസികമായിട്ടുള്ള ഈർച്ച അല്ലെന്നൊരു എന്തെങ്കിലും ഒരു വിഷമത, അല്ലെന്നൊരു അന്യനാട്ടിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ കണ്ടുമുട്ടാൻ, എടുക്കാൻ, അങ്ങനെ വരികയും കൂടാതെ വീട്ടിൽ നല്ല ഗൃഹാന്തരീക്ഷം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മകരം രാശിക്കാരെ പറ്റി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതേമാതിരി ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ വീട് മോടി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ വീടിന് പുതിയ വീട് വെക്കാൻ, വീടിന് തറക്കല്ലിടാൻ, അങ്ങനെ വീട്ടിലെ പൊതുവെ സന്തോഷകരമായിട്ടുള്ള കർമ്മങ്ങളുണ്ടാകാൻ, വീട്ടിലെ നല്ല ഗൃഹാന്തരീക്ഷം നിലനിർത്താനും അവരെല്ലാം ഒരു പൊതുവെ നല്ല ഒരു മാനസികമായിട്ടുള്ള നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇത്. അതുമാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വണ്ടി വാങ്ങിക്കാൻ. അതേമാതിരി റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ, അല്ല വസ്തുവൊക്കെ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഗെയിന്, അതുപോലെ ഈ ബ്രോക്കർ ഏജ് അങ്ങനെയൊക്കെ ഉള്ള ബ്രോക്കർമാരിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ലാഭം, കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ ക്ഷീരോത്പാദനം നടത്തുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ഈ മിൽമ ഈ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പൊതുവെ ഇപ്പം ഒരു കൃഷിയിൽ നിന്നൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ട് നല്ല ഒരു ഉയർച്ചയും ജീവിതത്തിലെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഒരു വ്യത്യാസപ്പെട്ട് പൊതുവെ അനുകൂലമായിട്ടൊക്കെ ഉള്ള വരാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഈ ശനിയെ പോസിറ്റീവാക്കാൻ അതേമാതിരി നമ്മുടെ ഒരുപാട് കർമ്മങ്ങളുണ്ട്.
അത് ലാൽ കിതാബിലെ ഒരു കർമ്മം ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ അല്ല, വേറൊരു 10 മിനിറ്റുള്ള വേറൊരു വീഡിയോ ഉണ്ട്, അതിനകത്ത് 3 കർമ്മം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർ വേണമെന്ന് പോയി കാണുക. ഇല്ലെന്നതിന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിങ്ക് ഇട്ടുതരാം. ലിങ്ക് ഉണ്ടെന്ന് വരില്ല, അത് കാണാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുടന്തർക്കൊക്കെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, അത് കമ്പിളി ദാനം ചെയ്യുക, അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈവൻ ശനിയെ കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. മുടന്തർക്ക് ഉഴുന്നുവട ദാനം ചെയ്യുക, അന്തർക്ക് ഉഴുന്നുവട ദാനം ചെയ്യുക. അപ്പോൾ ഇവർ അല്ലെങ്കിൽ അവർക്ക് ഡിസർവായിട്ടുള്ള ഒരു ദാനധർമ്മം ചെയ്യുക, ഫുഡ് ദാനം ചെയ്യുക. അതേപോലെ തൂപ്പുകാർക്ക് ദാനധർമ്മം ചെയ്യുക. ഈവൻ മുനിസിപ്പാലിറ്റിയുള്ള അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, ഇതുപോലെ ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. വേറെ ശനിയുടേതായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. എല്ലാ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മത്തിൻ്റെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് ലിങ്ക് ഇടാൻ മറന്നില്ലേ, അപ്പം അങ്ങനെ ഉണ്ടെന്നിരില്ല, അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഗ്രഹമായാലും നമ്മൾ വെറുതെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതല്ല. നമ്മുടെ ബർത്ത് ചാർട്ടിൽ നമുക്ക് അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഞാൻ തന്നെ ഇപ്പോൾ ബൃഹനാടിയുടെ ഒരു നിങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഒരു ഇടുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബൃഹനാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രഹങ്ങൾ, ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി വരുന്നു എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. കാരണം ആ ഒരു ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വരാനും അങ്ങനെയുള്ള ഒക്കെ സാഹചര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനകത്ത് ഞാൻ ഈ 1, 8 ഒക്കെ മോശമാണെന്ന് പറഞ്ഞു ശനി. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഐഡിയ കാണത്തില്ല. അതുപോലെ ശനി, രാഹു, കേതു അല്ലെന്ന് ഈ പറഞ്ഞ മാതിരി ചന്ദ്രന്, സൂര്യന്, അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ 1592610. അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശനിയുടേതായിട്ടുള്ള ദശ വരുന്ന സമയത്ത് ഈ ശനി നെഗറ്റീവായി പോകും. അല്ലാത്ത ചില ആൾക്കാർക്ക് ശനി ദശ അധികം കുഴപ്പം വരാത്തതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ അത് ബൃഹനാടിയുടെ ഒരു ചാർട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യാനോ എടുക്കാനോ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് വരില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എപ്പോഴായാലും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാർട്ടൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളതൊരു ആമുഖമായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാരെ കാണുന്നവർ കല്യാണം കഴിക്കാനും എടുക്കാനും ഒന്നും പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകുന്ന ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ശനിയുടേത് എന്താണ് കാരണം? ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാരകന്, ആയുർകാരകന്, അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ നെവർ ഡിലേ എന്ന് പറയുന്നത്. താമസിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് തരാതിരിക്കത്തില്ല. പക്ഷേ ആ ശനിയുടേതായിട്ടുള്ള നമ്മുടെ ബർത്ത് ചാർട്ടിൽ ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ പോസിറ്റീവാണ് നെഗറ്റീവാണെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷന് നിങ്ങൾ കേൾക്കാം. അപ്പം അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ, ബൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ ഇങ്ങനെയൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഗതിയോ, പിന്നെ നമ്മുടെ കോഴ്സുകളുണ്ട്, പല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിനകത്തൊക്കെ ചേരാനും പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യയിൽ മാത്രം ഇന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ അസ്ട്രോളജേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. പിന്നെ ഇതൊരു മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിയാണ്. ഇന്ന് തന്നെ $14 ബില്യൺ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഈ ഒരു ഒക്കൾട്ട് എന്ന് പറയുന്നത്. അതൊരു $20 ബില്യൺ ആയിട്ട് 2030 ആകുമ്പോഴത്തേന് മാറും. ബാക്കിയുള്ള ഒരു പല ഫീൽഡിലും വർക്കും കാര്യങ്ങളും കുറഞ്ഞെടുത്തിട്ടൊക്കെ വരുവാണെന്നുള്ളതും മനസ്സിലാക്കുക. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കാണെന്നൊരു വീട്ടുകാരിൽ തന്നെ 50,000 to whatever 75,000 100,000 whatever ആ ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരും. നല്ല രീതിയിലുള്ള പ്രഡിക്ഷൻ അറിയുന്ന ആൾക്കാർക്ക്, അത് അങ്ങനെയൊക്കെ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട്
ഇങ്ങനെയുള്ള ഒരു ഇത് പഠിക്കാനും എടുക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊരു ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്, ലൈവ് കോഴ്സാണ്. നമ്മുടെ ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.